ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ കോട്ടയിലാണ്. കണ്ണൂർ കോട്ടയിൽ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കോട്ട എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂരിൽ ഒരുപാട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളും ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കണ്ണൂർ കോട്ടയിൽ. സാധാരണ വീക്കെൻഡിലൊക്കെ ആയിട്ടും ചെറുതിൽ തന്നെയും ഒരുപാട് തവണ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് ഒന്ന് ചുമ്മാ കണ്ണൂർ കോട്ട അവർ വന്നിട്ടില്ല, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കോട്ടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ കോട്ടയുടെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചരിത്രത്തിൽ പോവുകയാണെങ്കിൽ 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യ സന്ദർശിക്കാൻ വന്ന സമയത്ത് നമ്മുടെ കണ്ണൂരിൽ വന്നായിരുന്നു. അവിടെ നിന്ന് കോലത്തിരി രാജാവ് പോർച്ചുഗീസുകാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഈ സ്ഥലമാണ് ഈ കോട്ടയുടെ രൂപത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. ഈ കോട്ടയുടെ പേര് ഇത് കണ്ടോ, ഫോർട്ട് സെയിൻറ്റ് ആഞ്ചലോ ആണ്. അത് പോർച്ചുഗീസുകാരുടെ പേരായിരിക്കണം. അങ്ങനെ നമ്മൾ ജസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് കോട്ടയുടെ ഉള്ളിലെത്തി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഒരുപാട് ലേസർ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. അവിടെ സീറ്റൊക്കെ കണ്ടില്ലേ, ഇപ്പം അതൊക്കെ മൊത്തം ദ്രവിച്ച് ആ പ്രൊജക്റ്റൊന്നും നടന്നില്ല. അങ്ങനെ ഒരുപാട് കാശ് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ കളഞ്ഞു. നമ്മളെ പ്രതീക്ഷയൊക്കെ വെറുതെയായി. ഒരുപാട് ആൾക്കാർ ഇവിടെ പിന്നെ ടൂറിസ്റ്റായിട്ടും അല്ലാണ്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ലേസർ ഷോവും ഇതിൻ്റെ ചരിത്രവും ഒക്കെ ആ ലേസർ ഷോയിലൂടെ കാണിക്കുകയാണെങ്കിൽ എല്ലാവരും എന്താ പറയുക, ഒരുപാട് ആൾക്കാർ കാണാൻ വരും. നല്ലൊരു എമൗണ്ട് ജനറേഷനും ആവും ടൂറിസം വകുപ്പിന്. പക്ഷേ എന്തുകൊണ്ടാണ് അവരിതൊന്നും ചെയ്യാത്തത് എന്ന് നമുക്കും ഒരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ ഒരുപാട് മൂവി ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുമുണ്ട്. പിന്നെ ഈവൻ വെഡ്ഡിങ് ആണെങ്കിലും നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മളിവിടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. ഇപ്പം പിന്നെ കുറച്ച് ഗ്രീനറി കുറവാണ്. ഈ ഒരു സീസണിൻ്റെ ഒരു ഇതാണ്. മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയാൽ കുറച്ചും കൂടി ഗ്രീനറി ആയിട്ട് ഇത് കാണാനൊക്കെ നല്ല രസമുണ്ടാവും. ഒന്നുകൂടി ഈ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1498 ഇവർ സ്ഥലം കൊടുത്തത് താമസിക്കാൻ. അത് കഴിഞ്ഞിട്ട് 1505 ഒക്ടോബർ 23 അദ്ദേഹം ഈ പോർച്ചുഗീസിൽ നേതാവ് ഉണ്ടായിരുന്നു, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ പുള്ളിക്ക് അവിടെ ഒരു കോട്ട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകി. ഇവർ ഈ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്നില്ലേ, ഉറുമിയിലൊക്കെ, ഏകദേശം അതിൻ്റെയൊക്കെ സ്റ്റോറി പോവുകയാണെങ്കിൽ ഇതിലിവിടെയൊക്കെ നടന്ന ആ കാലഘട്ടങ്ങളിലൊക്കെ നടന്നതായിരിക്കണം. അപ്പോൾ അവർ മെല്ലനെ വന്ന് വ്യാപാരം എന്താ പറയുക ബിസിനസ് ആവശ്യങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഈ കോട്ടയും കെട്ടി അവരും പട്ടാളായി മൊത്തം ആ ഒരു ലെവലിലേക്കാണ് സംഗതി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ഥലം താമസിക്കാമെന്ന് പറഞ്ഞ് മേടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ട കെട്ടുക. ആ കോട്ട ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വുഡിലാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഏകദേശം നടക്കുന്നത് ഏകദേശം 500-600 വർഷങ്ങൾക്ക് മുന്നിലുള്ള കഥയാണ്. അപ്പോൾ അത്ര പഴക്കമുണ്ട് ശരിക്കും ഇതിന്. അപ്പോൾ ഈ വുഡിലെ കോട്ടേനെ മാറ്റിയിട്ട് 1507 ഈ സ്ഥലത്ത് ഈ നമ്മളിപ്പം കാണുന്ന ഈ കല്ലിൻ്റെ കോട്ടയുടെ കൺസ്ട്രക്ഷൻ അന്നാണ് അവർ തുടങ്ങിയത്. പിന്നെ ഈ കോട്ടയുടെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഈ അൽമേഡ എന്ന് പറഞ്ഞ ചങ്ങായി എന്ത് ചെയ്തു, അവൻ്റെ പേരൊക്കെ മാറ്റി വൈസ്രോയി എന്ന് പറഞ്ഞ ഒരു സ്ഥാനം, വൈസ്രോയി എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ തന്നെ ഒരു ഇത് ചെയ്തു. അപ്പോൾ ഈ വൈസ്രോയി ആവുന്നു. അത് കൂടാണ്ട് ഈ കടൽ തീരത്ത് 2 കപ്പൽ നങ്കൂരം ഇടുന്നു, അവരെ യുദ്ധത്തിനും അവരിതിനെല്ലാം വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് അന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ മരം നോക്കിയേ, അടിപൊളിയാണ്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് രൂപങ്ങൾ, ഒരുപാട് ഷേപ്പ് നമുക്ക് തോന്നും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. എന്തോ മരത്തിന് അസുഖം വന്നതായിരിക്കുമോ എന്താണെന്ന് അറിയില്ല. പക്ഷേങ്കിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ട് ബീച്ചിലൊന്നും പോയില്ല. ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറഞ്ഞിട്ട് പേപ്പറിലും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നാലും നമുക്കത് കാണാം. കടലിൽ ചില സമയം തിര കുറഞ്ഞു വരുന്നു, പ്രതീക്ഷിക്കാണ്ട് അത് അടിച്ച് എന്താ പറയുക ഒരുപാട്
വൃത്തിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബീച്ചിൽ ആരും അലോ ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ആ സംഭവം നമുക്ക് ഇവിടുന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞു. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, അവരൊക്കെ അടുത്തടുത്ത് പോയി പെട്ടെന്നൊരു തിര വന്ന് അവർ മൊത്തം നനഞ്ഞു പോയായിരുന്നു നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത്. കോട്ടയും കോട്ടയുടെ വിശേഷങ്ങളും തീർന്നില്ല. നമ്മൾ നേരെ കടൽ ഒക്കെ കാണാൻ സൈഡിൽ വന്നതാണ്. കോട്ടയിലേക്ക് ശരിക്കും എൻട്രി ആയിരുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾക്ക് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ബൈ.